എല്ലാരും പറയുന്ന സത്യമാണ് കേട്ടോ, മലയാളികളുടെ ഒരു അഹങ്കാരം തന്നെയാണ് മൂന്നാർ. അത് മാതിരിയല്ലേ വ്യൂ, എന്ത് കിടുവാൻ നോക്കിയാ നിങ്ങള്. വീണ്ടും നിർത്തി ഒരു അടിപൊളി വാട്ടർഫോൾ കണ്ടു. അപ്പൊ ഗൈസ് ഇതാണ് കാടമം. അപ്പൊ ചേച്ചി എനിക്ക് കുറച്ച് കാടമം പറിച്ചു തന്നു. അപ്പൊ ഇതിന്റെ അകത്ത് പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഇത് ഗ്രീൻ കളറാണ്. ഇത് നമ്മൾ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയാ, ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് ബ്ലാക്ക് കളറാവും. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഗൈസ് മൂന്നാറിലെ. അപ്പോൾ ഞങ്ങളുടെ മൂന്നാറിലെ ലാസ്റ്റ് ഡേ ആണിത്. ഞങ്ങൾ ആക്ച്വലി ബൈസൺ വാലി എന്ന് പോകുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ എന്താ പറയുക ഗ്യാപ്പ് റോഡിലേക്ക് പോവാണ്. എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല മൂന്നാർ. അപ്പോൾ വിചാരിച്ചു ഗ്യാപ്പ് റോഡ് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന്. അപ്പോൾ പ്ലാനാണ് ഗ്യാപ്പ് റോഡ് വഴി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കവർ ചെയ്ത് സേലം ഈ റോഡ് ബാംഗ്ലൂർ പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും പോര് അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. मानसून ग्रैंडे होटल जहां हम लोगों ने अपना स्टे रखा है उसके जस्ट बगल में ही एक टी स्टेट है. आराम से यहाँ पीसफुली आकर के आप अपना फोटो सेशन कर सकते हैं. ये एक बहुत बड़ा एडवांटेज है. प्लस ये होटल का लोकेशन भी बहुत अच्छा है. बहुत सारा मतलब टूरिस्ट प्लेसेस इससे नियर बाई है. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ രണ്ട് സൈഡിലായിട്ടും കാർഡമം പ്ലാന്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാർഡമം പ്ലാന്റേഷൻ ഒന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് കാർഡമം കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതാണ് കാണാത്തവർക്കായിട്ട്, ഇതാണ് കാടമത്തിൻ്റെ പ്ലാന്റ്. ആൻഡ് ആ താഴെ കാണുന്നില്ലേ ചെറിയ റൗണ്ട്, അതാണ് ഇലച്ചി അല്ലെങ്കിൽ കാടമം. ഇവിടെ ഒരു പഴക്കുല നിപ്പോണ്ട്, എന്ത് കിടുവല്ലേ. പണ്ട് ചെറുതായിരുന്നപ്പോൾ ഇതിൻ്റെ തേൻ കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും കിട്ടാറില്ല ഗൈസ് ബാംഗ്ലൂരിൽ. രണ്ടെണ്ണം മതി ചേച്ചി. എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി. ഞാനിപ്പോഴാണ് കാണുന്ന കാടും അതേപോലെ റൂട്ട് താഴെയാണ് വളരുന്നതെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഓ താഴെയാണല്ലേ. ഞാനും ഒക്കെ എങ്ങനെ വിചാരിച്ചിരുന്നേ. ഓ 1 കിലോയ്ക്ക് 3500 വിലയുണ്ടോ? ഇതിപ്പോ എത്ര ഉണ്ട് ചേച്ചി പ്ലാന്റേഷൻ? ഇവിടെ ഞങ്ങൾക്ക് 3 ഏക്കർ. പിന്നെ ഇവിടെ മൊത്തം ഇതാ കാടമമാണല്ലേ മൊത്തം. कार्डमम प्रोसेस कैसे होता है उनको पता है? ചേച്ചി बोल रहा था എന്റെ മാമി എന്താ പറയുക, അമ്മയുടെ അനിയന്റെ വൈഫ് ആക്ച്വലി കൊല്ലത്തിൽ പെരുമൺ. ആണോ? 40 വർഷമായി. ഓ ശരി. അടിമാലിയിൽ. ഓ ഞാൻ ഇവിടെ എറണാകുളത്താണ് പഠിച്ചത്, നവോദയയില്. ഞാൻ അവിടെ പഠിച്ചത്. ഇത്രയും വേസ്റ്റ് ആവൂല ചേച്ചി? എനിക്ക് ഒരെണ്ണം മതി. ഇതൊരു വേസ്റ്റും ഇല്ല ഞങ്ങൾക്കൊക്കെ. ഞങ്ങൾക്ക് ഇതൊരു വേസ്റ്റും അല്ലാത്ത സാധനം. ഇതൊക്കെ ഇങ്ങനെ കഴിക്കാവോ? ഇങ്ങനെ ചവയ്ക്കാവോ? പച്ചക്ക് ചവയ്ക്കാം. എരിവാണോ? അത് പൊട്ടിക്കുമ്പോ അതിന്റെ അകത്ത് അരിയാ. അപ്പൊ ഗൈസ് ഇതാണ് കാടമം. അപ്പൊ ചേച്ചി എനിക്ക് കുറച്ച് കാടമം പറിച്ചു തന്നു. അപ്പൊ ഇതിന്റെ അകത്ത് പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഇത് ഗ്രീൻ കളറാണ്. ഇത് നമ്മൾ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് ബ്ലാക്ക് കളറാവും. അപ്പോൾ ഒരു 6 kg കാടമം നമ്മൾ ഡ്രൈ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അറ്റ് ലാസ്റ്റ് പ്രോപ്പർ കാടമം 3 kg വരുള്ളൂ. കാരണം ഇതിന്റെ മോയ്സ്ചർ എല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്കും വെയിറ്റ് കുറയും. ഈ വിറകും അതിന്റെ ചെലവും എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. ഓ ശരി. അത് കാരണം അതിന് ബാക്കിയുണ്ട്. അവര് തന്നെ കൊടുത്താൽ മതി ചേച്ചി, അങ്ങ് അവർ ഉണക്കി എടുത്തോളൂ. അവർ ഉണക്കി കഴിഞ്ഞ് നമുക്ക് തിരിച്ച് നമ്മൾ കൊണ്ടുവരണം. ഉണക്ക് കൂലി അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ കടയിൽ കൊടുത്തു. ഇപ്പൊ മഴ കുറഞ്ഞാലും ചൂടായാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ചൂട് ഒരുപാട് ഉണ്ടാകുന്നില്ല. അപ്പൊ കുഴപ്പമില്ല. ഈ മൂന്നാർ ഇവിടെ അടുത്താ. അപ്പൊ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച് കാടമത്തിന്റെ മൊത്തം ഡീറ്റെയിൽസ് അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു ഗ്യാപ്പ് റോഡിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഇതുപോലുള്ള ആളുകളോട് സംസാരിക്കാനായിട്ടാണ്. അവർ നല്ല പൊളൈറ്റായിട്ട് എന്ത് ചോദിച്ചാലും നല്ല പൊളൈറ്റായിട്ട് സ്നേഹത്തോടെ പറയും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആണെങ്കിൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നാട്ടിലുള്ളവർക്ക് ഡിഫറൻസ് ഒന്നും എന്താ ഫീൽ ആവില്ല. അപ്പോൾ നമുക്ക് പോവാം ഗ്യാപ്പ് റോഡിലേക്ക്, എക്സ്പ്ലോർ ചെയ്യാം ഗ്യാപ്പ് റോഡ് എങ്ങനെയാണെന്ന്. अभी बाइसन वैली से निकल के पेरियकल मुत्तुकाड रोड में ये ब्यूटीफुल सा चर्च मिला है हम लोग को. അപ്പോൾ ബൈസൺ വാലിയിൽ നിന്ന് ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന റൂട്ട് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ബട്ട് അടിപൊളിയാണ്. രണ്ട് സൈഡിലും ഒത്തിരി വീടൊക്കെ ഉണ്ട്. നല്ല ഫ്ലവറി ഗ്രീനറി ആണ്. കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേസ്, ഒരു ചെറിയ വാട്ടർഫാള്, ഒരു ഗണേശ ടെമ്പിൾ അതിൻ്റെ അടുത്തുള്ള. എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്, അടിപൊളിയായിട്ടോ.
ये येलो कलर का जीप कितना सुंदर दिख रहा है। അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് റോഡിലേക്ക് പോവുകയാണെങ്കിൽ പെരിയ കനാൽ മുട്ടക്കട റോഡ് വഴി തന്നെ പോകണം. അപ്പം ഞങ്ങളവിടെ കണ്ടൊരു വ്യൂ ആണത്. ലെഫ്റ്റ് സൈഡിൽ വയലറ്റ് കളറിൽ ഫ്ലവേഴ്സ് എന്ത് കിടുവല്ലേ. पेरिया कनाल मुट्टकड़ा रोड से अभी गैप रोड में हम लोग एंटर कर रहे हैं। कितना सुंदर व्यू है। अमेजिंग है गाइस, अमेजिंग. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ഗൈസ്, ധനുഷ്കോടി. ഇവിടെ പോയി ധനുഷ്കോടി 342 കിലോമീറ്റേഴ്സ്. ഞങ്ങൾ ധനുഷ്കോടി രാമേശ്വരം എല്ലാം പോയായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ കയറി നോക്കുക. അടിപൊളിയായിരുന്നു ആ ട്രിപ്പ്. അവിടെ ഒത്തിരി ചേച്ചിമാരെ നിന്ന് ഇന്ന് കളക്ട് ചെയ്ത തേയിലയെല്ലാം വേ ചെയ്ത് നോക്കുകയാണ്. வீடு வந்து கேரளா ட்ரிவாண்ட்ரம். கொஞ்சம் கொஞ்சம் தமிழ் தெரியும். மூவிஸ் பார்த்துருக்க. ഗ്യാപ്പ് റോഡുകളിലൂടെ ഓട്ടിക്കാനായിട്ട് അഞ്ജലി റെഡിയായി ഗൈസ്. ഞങ്ങളിപ്പോൾ ടാറ്റ പ്ലാന്റേഷൻ്റെ അകത്താണ്. കണ്ടില്ലേ, എല്ലാവരും അവിടെ നിന്ന് ടീ ലീഫ് പ്ലക്ക് ചെയ്യാണ്. നമുക്ക് പോയി നോക്കാം അവരെങ്ങനെയാണത് പ്ലക്ക് ചെയ്യുന്നതെന്ന്. അഞ്ജലിക്കും കൊടുത്തു പറഞ്ഞ പ്ലക്ക് ചെയ്യാനായിട്ട്. കറോ आई डोंट नो. फिर यहाँ कलेक्ट होते जाता है. ओ एक बार दिखाओ कि नाइफ जैसा है एंड इधर एक्चुअली प्लग करने के बाद कलेक्ट हो जाता है. परफेक्ट ना. कट करने बोल रहा है. हाँ ऐसे ऊपर वाला ही कट करना. हाँ, अंजलि टाटा टी प्लांटेशन अगत ജോലിക്ക് നിൽക്കാൻ പോവാണ് ഗൈസ്. इधर ही जॉब ले लो टाटा टी प्लांटेशन के अंदर. अच्छा है. डन डन. ഞങ്ങളപ്പോൾ ഗ്യാപ്പ് റോഡിലാണ് ഗൈസ് ഇപ്പോഴും. ദേ വീണ്ടും നിർത്തി ഒരു അടിപൊളി വാട്ടർഫോൾ കണ്ടു. അതിനടുത്തുള്ള സ്ഥലം നോക്കി, എന്ത് ഗ്രീനറിയാണ് ഇവിടെ. മൊത്തം ടീ പ്ലാന്റേഷനാണ്. എല്ലാവരും പറയണ സത്യമാണ് കേട്ടോ, മലയാളികളുടെ ഒരു അഹങ്കാരം തന്നെയാണ് മൂന്നാർ. അത് മാതിരിയല്ലേ വ്യൂ, എന്ത് കിടുവാൻ നോക്കിയാ നിങ്ങൾ. എത്ര കണ്ടാലും മതി വരില്ല ആക്ച്വലി ഈ അടിപൊളി വ്യൂ. मेरा ससुराल है, देखिए खोज के लड़का शादी किए हैं. ससुराल देखिए शादी किया या लड़का को देखिए शादी किया. दोनों. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ആ വഴി പോയി കഴിഞ്ഞാൽ കൊളുക്കുമല സൂര്യനെല്ലി പോവും. നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാർ ദേവികുളം.
അപ്പോൾ നിങ്ങൾ മാപ്പ് ഇട്ടാണ് ഗ്യാപ്പ് റോഡ് തേടി വരുന്നതെങ്കിൽ എന്താ പറയാ, ഗ്യാപ്പ് റോഡ് കാണിക്കുന്ന സ്ഥലത്ത് അത്ര വിഷ്വൽസ് ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ഗ്യാപ്പ് റോഡ് നാവിഗേറ്ററിൽ കാണിക്കുന്ന സ്ഥലത്തിന്റെ ഒരു 5 മിനിറ്റ് മുന്നിലായിരുന്നു ഞങ്ങൾ നിർത്തിയത്. അവിടെ നിന്ന് ആക്ച്വലി അടിപൊളി വ്യൂ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒന്നുമില്ല ഗൈസ്. ഇതുപോലെ ഫെൻസിങ് ഉണ്ടാവും, അതുമല്ല എന്താ പറയാ ഒരു വാലി പോലെയാണ്. ഇവിടെ നിർത്താനും സ്ഥലം കുറവാണ്. ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിന്ന് റീൽസ് ഒക്കെ എടുത്ത് വീഡിയോസ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് പോവാം. അപ്പം ഞങ്ങളിപ്പോൾ വന്നു ഹോട്ടൽ ഗുരുഭവൻ. ഇത് മൂന്നാറിൽ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ അടിപൊളി നോൺ വെജ് ഫുഡ് കിട്ടും. എവിടെ വന്നു അഞ്ജലി? അപ്പം ഞങ്ങൾ ഗുരുഭവനിൽ വന്ന് കേരള പൊറോട്ടയും ഫിഷ് കറിയും ഓർഡർ ചെയ്തു. ആക്ച്വലി നല്ല വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞങ്ങൾ കഴിച്ചു തുടങ്ങി. കൊള്ളാം, അടിപൊളി ഫുഡാണ്. പരിപാടിയിൽ മാറ്റം വരുത്താൻ സംഘാടകർക്ക് അവകാശമുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ പോണില്ല. മൂന്നാർ വിടുന്നില്ല ഗൈസ് ഞങ്ങളെ. ഗ്യാപ്പ് റോഡൊക്കെ കവർ ചെയ്ത് എന്താ പറയാ ലഞ്ച് 4 മണിക്ക് ലഞ്ച് കഴിച്ച് ഇപ്പൊ സമയം ഏകദേശം 6 മണിയായി. ഇപ്പൊ ബാംഗ്ലൂർ തിരിച്ചാൽ രാവിലെ 6 മണിയാവും എത്താനായിട്ട്. അപ്പൊ നൈറ്റ് റൈഡ് ചെയ്യണം. അപ്പൊ അതിനേക്കാളും നല്ലത് വിചാരിച്ചു ഇന്നൊരു സ്റ്റേ എടുക്കാം മൂന്നാറിൽ തന്നെ. എന്താ പറയാ, അപ്പൊ ഞങ്ങൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. മൂന്നാർ പാലസ് എന്നൊരു ഹോട്ടല് അടുത്ത് തന്നെയാണ്, ചിത്രപുരത്ത് തന്നെയാണ് ഹോട്ടൽ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നാളെ നോക്കാം ഇനി എന്ത് ചെയ്യണോന്ന്. शायद आप लोग भी मुन्नार आएंगे ना तो आपको ये जगह छोड़ने का मन नहीं करेगा, इतना सुंदर है. हम लोग पहुंच गए गोल्डन मुन्नार पैलेस. तो ये है पार्किंग स्पॉट यहाँ का. actually पार्किंग अच्छा ही है बट वही है ओपन पार्किंग. so we have reached मुन्नार पैलेस. fourth floor. coffee shop and reception. Okay. Restaurant, coffee shop and reception. Restaurant will be open till what time? Dinner time 7:30. Okay. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി ഗൈസ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ പേരാണ് ഗോൾഡൻ മൂന്നാർ പാലസ് ബൈ ഹോക്ക് ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ റൂം ടൂർ തരാം നിങ്ങൾക്ക് ആദ്യം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. എത്ര ദിവസം നിൽക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. അഞ്ജലി ബാൽക്കണിയുടെ വ്യൂ എൻജോയ് ചെയ്ത് മതി പറഞ്ഞ് നിൽക്കുകയാണ്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഓക്കെ, സെയിം വ്യൂ അല്ല, ഇവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യൂ ഉണ്ട് ഇവിടെ. ആൻഡ് ഇതൊരു ചെറിയ എന്താ പറയുക ലിവിങ് ഏരിയ ആണ്. ഇത് ബെഡ്റൂം. അവിടെ കെറ്റിലും ടീ എസെൻഷ്യൽസും എല്ലാം ഉണ്ട്. ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട്. ഇത് കൊള്ളാതെ വീട് പോലെ ആയി. 3 ബാൽക്കണി, ബെഡ്, ഇവിടെ TV ഞങ്ങൾ ഉപയോഗിക്കില്ല. ഇവിടെ ഇതുപോലെ ലഗേജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു അടിപൊളി വാഷ്റൂം ഉണ്ട്. ആക്ച്വലി ലിവിങ് റൂമിൽ ഒരു വാഷ്റൂം ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ സോഫയുണ്ട്, 2 ഡൈനിങ് ടേബിൾ. പിന്നെ ഇവിടെയും ഒരു വാഷ്റൂം ഉണ്ട് ഗൈസ്. ഞങ്ങൾ ആക്ച്വലി എക്സിക്യൂട്ടീവ് റൂമാണ് ബുക്ക് ചെയ്തത്. ബട്ട് ഞങ്ങളുടെ ലക്ക്, അവർ എക്സിക്യൂട്ടീവ് റൂം അപ്ഗ്രേഡ് ചെയ്ത് ഞങ്ങൾക്ക് സൂട്ട് റൂം തന്നു. ഇന്നലെ രാത്രി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങി ഗൈസ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോലും മറന്നുപോയി ആക്ച്വലി. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. ആദ്യം തന്നെ നിങ്ങൾക്ക് മൂന്നാറിൻ്റെ വൈബ് കാണിച്ചു തരാം ബാൽക്കണി എന്നുള്ള. രണ്ട് ബാൽക്കണി ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ബാൽക്കണി എന്നുള്ള വ്യൂവും കാണിച്ചു തരാം. അവിടെ പൂളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അഞ്ജലി ഇഡ്ലി വട എടുത്തു, ഞാൻ കുറച്ച് സംഭവങ്ങൾ എടുത്തു ഗൈസ്. ഇത് കള്ളപ്പമാണ് ആൻഡ് നമ്മുടെ എന്താ പറയുക പഴം പുഴുങ്ങിയത്. ഇത് എന്താ പറയുക അവലും പഴവുമാണ്. ഇത് ചിക്കൻ കറി. കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റൂമിലെത്തി. അപ്പോൾ ഇനി അടുത്തുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യട്ടെ. ഈ വീഡിയോ ഇത്ര മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ. ഒരു ഓട്ടം വരുന്നു, അതിൻ്റെ ബഹളമാണ്.